നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അന്തരിച്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദയുടെ മകൻ താരിഖ് റഹ്മാൻ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് പിന്തുണയറിയിച്ച് നിർണായക നീക്കവുമായി ഇന്ത്യ. ഖാലിദ സിയയുടെ നിര്യാണത്തിൽ നൽകിയ അനുശോചനക്കുറിപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയത്. ഖാലിദ സിയയുടെ ആശയങ്ങൾ തുടരാൻ കഴിയട്ടെയെന്നും BNPക്ക് നവ ബംഗ്ലാദേശ് സൃഷ്ടിക്കാനാവട്ടെയെന്നും മോദി അനുശോചന കത്തിൽ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ മുഖേനയാണ് നരേന്ദ്രമോദി BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാന് കത്ത് കൈമാറിയത്. ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ താരിഖ് റഹ്മാൻ നേതൃത്വത്തിന് കഴിയട്ടെയെന്നും മോദി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. 2026 ഫെബ്രുവരി 12-ന് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇന്ത്യ നയത്തിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. ആകെ കലുഷിതമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നു. ഇന്ത്യക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ആശങ്കയറിയിച്ച് ഇന്ത്യ സാഹചര്യം കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടക്കാല സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചിരുന്നു. ഈയൊരു പശ്ചാത്തലത്തിലാണ് BNPക്ക് ഇന്ത്യ പരസ്യ പിന്തുണ നൽകിയിരിക്കുന്നത്. BNPക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കണം എന്നതാണ് താരിഖ് റഹ്മാന് നൽകിയ കത്തിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഖാലിദ സിയയുടെ കാലത്ത് ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി കത്തിൽ വാചാലനാകുന്നുണ്ട്. നയതന്ത്ര തലത്തിലും അല്ലാതെയും ഇന്ത്യയും ബംഗ്ലാദേശും ഒരു ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിന്റെ സാഹചര്യവും മോദി കത്തിൽ വിശദീകരിക്കുന്നു. ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത വിദേശകാര്യമന്ത്രി ജയശങ്കർ, ഇടക്കാല സർക്കാർ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്താതിരുന്നതും നിലവിലെ സർക്കാരിനോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ്. ഇതിനൊപ്പമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ലോകമെങ്ങുമുള്ള ഹിന്ദുക്കൾ സഹായം നൽകണമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞത് ചർച്ചയാകുന്നത്. കേന്ദ്രം ഇടപെടണം, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഇന്ത്യ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യണമെന്നും RSS മേധാവി മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടു. ഹിന്ദുക്കൾക്കുള്ള ഏക രാജ്യമായ ഇന്ത്യക്ക് ഇതിനുള്ള ബാധ്യതയുണ്ട്. ഇതിനകം സർക്കാർ ഇത് ചെയ്യുന്നുണ്ടാവുമെന്നാണ് താൻ കരുതുന്നതെന്നും RSS മേധാവി അറിയിച്ചു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യ ബംഗ്ലാദേശിലെ സാഹചര്യം നിരീക്ഷിക്കുന്നു എന്നും ഇന്ത്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ദില്ലിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ആക്രമിച്ചു എന്ന ബംഗ്ലാദേശ് മാധ്യമങ്ങളുടെ പ്രചാരണം ഇന്ത്യ തള്ളി. ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ പ്രക്ഷോഭം നടത്തിയ യുവാക്കളുടെ സംഘടനയായ ഇൻക്വിലാബ് മഞ്ചിന്റെ നേതാവ് ഷരീഖ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിനു ശേഷമുള്ള സാഹചര്യത്തെക്കുറിച്ച് ഇന്ത്യ ഇന്നാണ് ഔദ്യോഗികമായി പ്രതികരിച്ചത്. ദില്ലിയിലെ ബംഗ്ലാദേശി ഹൈക്കമ്മീഷൻ ഒരു സംഘം ആക്രമിച്ചു എന്ന് ചില ബംഗ്ലാദേശി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്നലെ രാത്രി 25ഓളം പേർ ഹൈക്കമ്മീഷനടുത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്നു. ആക്രമണത്തിനിടെ ബംഗ്ലാദേശി ഹിന്ദു യുവാവ് ദിബു ചന്ദ്രദാസിനെ മരത്തിൽ കെട്ടിയിട്ട് കത്തിച്ച് കൊലപ്പെടുത്തിയതിലായിരുന്നു പ്രതിഷേധം. ഈ ചെറിയ സംഘം ഹൈക്കമ്മീഷനിലേക്ക് തള്ളിക്കയറിയെന്ന വാർത്ത തെറ്റാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ദീപു ചന്ദ്രദാസിന്റെ കൊലയാളികളെ ബംഗ്ലാദേശ് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം. ഹിന്ദുക്കൾ അടക്കമുള്ള ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് അധികൃതരുമായി നിരന്തരം സമ്പർക്കത്തിലാണ്. ബംഗ്ലാദേശിലെ ഉരുത്തിരിയുന്ന സാഹചര്യം നിരീക്ഷിക്കുകയാണെന്നും ഇന്ത്യയുടെ പ്രസ്താവന പറയുന്നു. ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത ബംഗ്ലാദേശിലെ യുവനേതാവ് ഉസ്മാൻ ഷരീഖ് ഹാദിയുടെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് മുഖ്യപ്രതിയെന്ന് കരുതുന്ന ഫൈസൽ കരീം മസൂദ് വ്യക്തമാക്കി. ഹാദിയെ കൊലപ്പെടുത്തിയവർക്ക് ഇന്ത്യ അഭയം നൽകുന്നു എന്ന് ബംഗ്ലാദേശ് ആരോപിക്കുന്നതിനിടെയാണ് ഫൈസൽ കരീം മസൂദ് വീഡിയോ സന്ദേശം പുറത്തുവിട്ടത്. തനിക്ക് കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ലെന്നും നിലവിൽ ദുബായിലാണ് ഉള്ളതെന്നുമാണ് ഇയാൾ വീഡിയോയിൽ പറയുന്നത്. ഹാദിയെ കൊലപ്പെടുത്തിയത് താനല്ലെന്നും ആക്രമണത്തിന് പിന്നിൽ ഒരു തീവ്ര രാഷ്ട്രീയ സംഘടനയാണെന്നും മസൂദ് പറഞ്ഞു. പൂർണ്ണമായും നിരപരാധിയായിരുന്നിട്ടും കഠിനമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് ഫൈസൽ കരീം മസൂദ് പറയുന്നു. തന്റെ കുടുംബത്തിനും കൊലപാതകത്തിൽ പങ്കില്ലെന്ന് വീഡിയോയിൽ ഫൈസൽ എടുത്തു പറയുന്നുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ ജമാഅത്താണെന്നും തങ്ങളെ മനഃപൂർവ്വം കേസിൽ കൊടുക്കുകയായിരുന്നുവെന്നും ഫൈസൽ കരീം മസൂദ് ആരോപിക്കുന്നു. അതേസമയം ഹാദിയുടെ കൊലപാതകത്തിലെ 2 പ്രതികളായ ഫൈസൽ കരീം മസൂദ്, അലംഗീർ ഷെയ്ഖ് എന്നിവർ രാജ്യം വിട്ട് മേഘാലയ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നതായി ബംഗ്ലാദേശ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. പ്രതികൾ നിലവിൽ ഇന്ത്യയിലുണ്ടെന്നും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരുവരെയും അറസ്റ്റ് ചെയ്യാനും കൈമാറാനും ഇന്ത്യയുമായി ചർച്ചകൾ നടക്കുകയാണെന്നും ബംഗ്ലാദേശ് അധികൃതർ പറഞ്ഞിരുന്നതാണ്. ഇതിനിടെയാണ് താൻ ദുബായിലാണ് ഉള്ളതെന്ന് കാട്ടി ഫൈസൽ കരീം മസൂദിന്റെ വീഡിയോ പുറത്തുവന്നത്.
ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളിലൂടെ കുപ്രസിദ്ധനായ ഉസ്മാൻ ഷരീഫ് ഖാദിക്ക് ഡിസംബർ 12-നാണ് ധാക്കയിൽ റിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെ അജ്ഞാതരുടെ വെടിയേൽക്കുന്നത്. സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ 2024-ലെ ബംഗ്ലാദേശ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെയാണ് ഹാദി പ്രശസ്തനായത്. കൊലപാതകത്തിന് പിന്നിലെ ബംഗ്ലാദേശ് വ്യാപക ആക്രമണങ്ങൾ നടന്നു. ഇതിനിടെ ഇന്ത്യയുമായുള്ള ബന്ധം ദുർബലപ്പെടുത്താൻ ഉദ്ദേശമില്ലെന്ന സന്ദേശവുമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ആഭ്യന്തര കലാപവും ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് ബംഗ്ലാദേശിനെ നയിക്കുകയാണെന്ന ആശങ്ക ഉയർത്തുന്നതിനിടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം ദുർബലപ്പെടുത്തുന്ന ഉദ്ദേശിക്കുന്നില്ല എന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വൈദ്യുതി, ഗ്യാസ്, ട്രാൻസിറ്റ് സൗകര്യങ്ങൾ, തുറമുഖ സഹകരണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ നൽകിയ പിന്തുണ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് സഹായകമായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യയുമായി നേരിട്ട് ഒരു പിണങ്ങാൻ ബംഗ്ലാദേശ് താൽപര്യം കാണിക്കുന്നില്ല. ഇന്ത്യയെ പിണക്കുന്നത് ബംഗ്ലാദേശിനെ സാമ്പത്തികമായി അസ്ഥിരമാക്കുമെന്നത് തന്നെയാണ് ഇതിന് കാരണം. വർഷങ്ങളായി അതിർത്തി സുരക്ഷ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, അനധികൃത കുടിയേറ്റം എന്നീ വിഷയങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സഹകരണമുണ്ട്. ഈ സുരക്ഷാ സഹകരണം ദുർബലമായാൽ അത് ബംഗ്ലാദേശിനു തന്നെ തിരിച്ചടിയാകും എന്ന യാഥാർത്ഥ്യമാണ് ധാക്ക മനസ്സിലാക്കുന്നത്. ചൈനയുമായി സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇന്ത്യയെ അകറ്റുന്ന ഒരു നീക്കത്തിനും ധാക്ക നിലവിൽ തയ്യാറല്ല. ഇന്ത്യയെ പൂർണ്ണമായി അവഗണിക്കുന്നത് ബംഗ്ലാദേശിനെ പ്രാദേശികമായി ഒറ്റപ്പെടുത്തുമെന്നും ദീർഘകാലത്തിൽ അത് സാമ്പത്തികവും സുരക്ഷാപരവുമായ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് ധാക്ക കണക്കാക്കുന്നത്. ഇതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു അയൽരാജ്യം മാത്രമല്ല ബംഗ്ലാദേശ്, മറിച്ച് വടക്കുകിഴക്കൻ ഇന്ത്യയിലേക്കുള്ള കവാടത്തിൽ തന്ത്രപൂർവമായ ഭൂപ്രദേശം കൂടിയാണ്. ബംഗ്ലാദേശിൽ അസ്ഥിരതയുണ്ടാകുന്നത് ഇന്ത്യയുടെ പ്രാദേശികമായ സുരക്ഷയ്ക്കും ഭീഷണിയാകും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിനെ അനിവാര്യ പങ്കാളിയാക്കുന്നു. അതിനാൽ തന്നെ ധാക്കയിലെ സർക്കാർ ഏത് രൂപത്തിലുള്ളതായാലും പ്രവർത്തനപരമായ ബന്ധം നിലനിർത്തുക എന്നത് ഇന്ത്യക്ക് പ്രധാനമാണ്. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.